ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് നടത്തിയത് ആരാണ്? റൂദർഫോർഡ് ആണെന്ന് നമ്മൾ വിചാരിക്കും അല്ലേ? പക്ഷേ റൂദർഫോർഡ് അല്ല ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് നടത്തിയത്. റൂദർഫോർഡിൻ്റെ ഈ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, ദിസ് എക്സ്പെരിമെൻറ്റ് വാസ് ലേറ്റർ പെർഫോംഡ് ബൈ, അതായത് കറക്റ്റായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഹാൻസ് ഗ്രിഗറും ഏണസ്റ്റ് മാറ്റ്സും, ഇവർ രണ്ടുപേരുമാണ് ആക്ച്വലി ഈ സംഭവം ചെയ്യുന്നത്. ഇത് ചെയ്യാൻ പറഞ്ഞത് ജെ തോംസൺ ആണ്. ആരോട്? നമ്മുടെ റൂദർഫോർഡിനോട്. ഓക്കെ, പക്ഷേ ആ പുള്ളി അത് ചെയ്തു. എന്നാലും കൃത്യമായിട്ടുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്തത് ആരാണ്? ഇവർ രണ്ടുപേരാണ്, ഹാൻസ് ഗ്രിഗറും ഈ വർഷം ഒന്ന് എഴുതിയിരിക്കണം കേട്ടോ. ഹാൻസ് ഗ്രിഗർ ആൻഡ് ഏണസ്റ്റ് മാറ്റ്സ്ഡൻ. ഇത് വേണം, ഇത് എഴുതിയെടുത്തോ. 1911 അത് എഴുതിയെടുത്തോ. 1911 ഹാൻസ് ഗ്രിഗറും ഏണസ്റ്റ് മാറ്റ്സ്ഡൻ. അതിനകത്ത് ഈ ഏണസ്റ്റ് മാറ്റ്സിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അതിൻ്റെ അകത്ത് പുള്ളി, ഈ ഏണസ്റ്റ് മാറ്റ്സൺ എന്ന മനുഷ്യനില്ലേ, ഈ പുള്ളിക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പം 20 വയസ്സേ ഉള്ളൂ. അതായത് ബാച്ചിലർ ഡിഗ്രി പോലും ഇല്ലാത്ത സമയത്താണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം പഠിച്ച അവസാനം ഡോക്ടറേറ്റ് എടുക്കാൻ പോകുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുന്നത്. പക്ഷേ നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഇപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർച്ച് സ്റ്റുഡൻറ്റ് ഓഫ് ആരാണ്? ജെ തോംസൺ ആണ്. അപ്പോൾ ഇവർക്ക് അസിസ്റ്റൻറ്റുകളുണ്ടാവും. മനസ്സിലായോ? അതായത് ഓൾറെഡി ഈ ജെ തോംസൻ്റെ റിസർച്ച് സ്റ്റുഡൻ്റാണ് ആര്? നമ്മുടെ റൂദർഫോർഡിൻ്റെ അസിസ്റ്റൻറ്റുകളാണ് ഇവർ രണ്ടുപേരും. മനസ്സിലായോ? അപ്പോൾ ഇവർ ആക്ച്വലി ചിലപ്പം എന്ത് ചെയ്യുന്നുണ്ടാവും, ഡിഗ്രി ചെയ്യുന്ന സമയമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആണ് ഇവരിത് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി? പക്ഷേ നമ്മളെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരെ ടീച്ചേഴ്സ്, ഇപ്പോൾ നിങ്ങൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആകപ്പാട് ചെയ്യുന്ന ലാബ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, എക്സാമിന് വേണ്ടിയുള്ള ലാബ് വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ എക്സ്ട്രാ പേപ്പർ സബ്മിഷനോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി വികസിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. എന്താണോ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ സാരം മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എക്സ്ട്രാ പേപ്പേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എക്സ്ട്രാ ആയിട്ട് വേറെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നല്ല കാലിബറുള്ള ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് നമ്മളിപ്പം ഓരോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ഗൈഡ്ഷിപ്പൊക്കെ കാണും. അപ്പോൾ അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ സാധാരണ കോളേജിൽ പഠിക്കാതെ നല്ല ഹൈ യൂണിവേഴ്സിറ്റീസ് പഠിക്കണമെന്ന് പറയുന്ന കാരണം അവർ ഈ ഗൈഡ്ഷിപ്പുള്ള സാറുമാരുണ്ടാവും. ഗൈഡ്ഷിപ്പ് എന്ന് പറയുമ്പോൾ റിസർച്ച് ഫാക്കൽറ്റീസ് എന്നൊക്കെ പറയും. ഇതേപോലെ ഇപ്പോൾ തോംസൻ്റെ കാര്യം പറഞ്ഞാൽ അവർ നമുക്കൊരു സംഭവത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾ പറയുന്നത് എനിക്ക് ഒപ്റ്റിക്സിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്ക് അതിൽ കൂടുതൽ വർക്ക് ചെയ്താൽ കൊള്ളാം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ നിങ്ങൾക്ക് കുറേ പേപ്പർ തരും, കുറേ ബുക്കൊക്കെ തന്നിട്ട് അവർ പറയും, നിങ്ങളത് പറയും